ഇറാനുമായുള്ള യുദ്ധം തുടരുന്നതിനിടെ US പുറത്താക്കുന്ന സൈനിക ഉന്നതരുടെ പട്ടിക നീളുന്നു. US നേവി സെക്രട്ടറി ജോൺ ഫെലാനെയാണ് ഏറ്റവും ഒടുവിൽ സ്ഥാനത്തുനിന്ന് നീക്കിയത്. ജോൺ സ്ഥാനമൊഴിയുന്നതിനെക്കുറിച്ച് പെന്റഗൺ പുറത്തുവിട്ട പത്രക്കുറിപ്പിൽ തീരുമാനം അദ്ദേഹം സ്വന്തം നിലയ്ക്ക് കൈക്കൊണ്ടതാണോ എന്ന് വ്യക്തമാക്കിയിട്ടില്ല. എന്നാൽ തീരുമാനം ഉടനടി പ്രാബല്യത്തിൽ വരുമെന്ന് പറയുന്നുണ്ട്. കരസേനാ മേധാവി റാൻഡി ജോർജിനെ ഈ മാസം ആദ്യമാണ് പെന്റഗൺ മേധാവി പീറ്റ് ഹെക്സത്ത് പുറത്താക്കിയത്. വിശദീകരണം കൂടാതെയായിരുന്നു ഈ നടപടിയും. ആർമി സെക്രട്ടറി ഡാനിയൽ ഡ്രിസ്കോളുമായി ബന്ധപ്പെട്ട ഹെക്സത്തിന്റെ പ്രശ്നങ്ങളാണ് റാൻഡിയെ പുറത്താക്കുന്നതിലേക്ക് നയിച്ചതെന്ന് പിന്നീട് റിപ്പോർട്ടുകൾ പുറത്തെത്തുകയും ചെയ്തിരുന്നു. ജനറൽമാരായ ഡേവിഡ് ഹോട്ടനെ, വില്യം ഗ്രീൻ തുടങ്ങിയവരെയും ഈ അടുത്ത കാലത്ത് പെന്റഗൺ പുറത്താക്കിയിരുന്നു. US നാവികസേനയുടെ കരുത്ത് വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായുള്ള കപ്പൽ നിർമ്മാണ പരിഷ്കരണ നടപടികൾ നടപ്പിലാക്കുന്നതിൽ കാലതാമസം വരുത്തുന്നു എന്നാണ് ജോണിനെ പുറത്താക്കുവാനുള്ള ഒരു കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല, ഇദ്ദേഹവും പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് ഉൾപ്പെടെയുള്ള പെന്റഗൺ നേതൃത്വവുമായുള്ള ബന്ധം അത്ര നല്ലതായിരുന്നില്ലെന്നാണ് വിവരം. ഹോർമൂസ് കടലിടുക്കിൽ US നാവിക ഉപരോധം തുടരുന്നതിനിടയിലാണ് ജോണിനെ പുറത്താക്കിയതെന്നും ശ്രദ്ധേയമാണ്.